ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് പുറത്തു പോയിട്ട് ഇപ്പം ബോട്ടിലൊക്കെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരിക്കലും പോയി നമുക്ക് കോപ്പിയൊന്നും എടുത്തുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഒന്ന് ട്രേസ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ അവർ സാധാരണയായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഷോപ്പിൽ പോയിട്ട് ഒരു പിക്ചർ നമ്മൾ കൊടുത്ത് അതിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ ഓയിൽ പേപ്പർ എന്തെങ്കിലും വെച്ച് നമ്മളത് എന്ത് ചെയ്യുകയാണ്, ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും അല്ലാതെ നമുക്ക് ഷോപ്പിൽ പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ ഓയിൽ പേപ്പർ പോലും ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണണമെന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കിഷ്ടമുള്ള ബോട്ടിലേക്ക് നമുക്ക് വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് ടിപ്പാണ്. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്. വലുതായിട്ടൊന്നും വരയ്ക്കാനൊന്നും അറിയില്ല. ചെറിയ രീതിയിലൊക്കെ കുട്ടി കുട്ടി പൂക്കളും കായ്കളും ഒക്കെ വരയ്ക്കാൻ വേണ്ടി മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കൊണ്ട് നല്ല പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ബോട്ടിൽ വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കാണും, അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ്, ക്രാഫ്റ്റ്, അതുപോലെ തന്നെ വല്ലപ്പോഴും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കിച്ചൺ ടിപ്സുകളും അതുപോലെ തന്നെ സ്റ്റോറേജ് ടിപ്സുകളും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറയാൻ മറക്കരുത്. അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങളെ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് എങ്ങനെയാണ് നമ്മൾ പിക്ചേഴ്സ് ട്രേസ് ചെയ്തെടുക്കുന്നതെന്ന് വേഗം പോയി കണ്ടിട്ട് വാ. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് പിക്ചർ വേണം. അത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചർ നമ്മൾ ഡൗൺലോഡ് എടുക്കുക. ഞാനിവിടെ സിൻഡ്രല്ലയുടെ പിക്ചറാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സിൻഡ്രല്ല ഡ്രോയിങ് ഈസി എന്ന് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ആ പിക്ചേഴ്സ് എല്ലാം കിട്ടി. ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ നമ്മൾ ഇമേജസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കുറേ അധികം ഇമേജസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തത്. അതിനുശേഷം ഞാനത് ഗാലറിയിൽ പോയി പിക്ചർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള വലിപ്പം ഒന്ന് സൂം ചെയ്തു. ആവശ്യത്തിനുള്ള വലിപ്പം ആക്കിയിട്ട് അതിൻ്റെ ഓരോ പോർഷനായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ആദ്യം ഈ ഒരു പോർഷനാണ് സ്ക്രീൻഷോട്ട് എടുത്തത്. മാക്സിമം ഉൾക്കൊള്ളിച്ച് സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം ആ ഒരു ഫ്രോക്കിൻ്റെ ബാക്കി പോർഷനും കൂടെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഫോണിൽ സെറ്റിങ്സിലേക്കാണ് പോയത്. സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോയിട്ട് ഡിസ്പ്ലേ ലൈറ്റ്, ഓട്ടോ സ്ക്രീനിങ്, ഡിസ്പ്ലേയുടെ സ്ക്രീനിങ് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകില്ല, അത് 30 മിനിറ്റ് ആക്കി. അതുപോലെ തന്നെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സും കൂട്ടിയിട്ടു. അതിനുശേഷം പിന്നീട് ഞാൻ എടുത്തത് നമ്മുടെ നോർമൽ ഹാൻഡ് ടിഷ്യൂ ഇല്ലേ, ആ ടിഷ്യൂ, അത് 2 ലെയറാണല്ലോ. അപ്പോൾ അതിൽ ഒരു ലെയർ ഞാൻ എടുത്തു മാറ്റി. അങ്ങനത്തെ ടിഷ്യൂവിൻ്റെ ഒരു ലെയർ ടിഷ്യൂവും അതുപോലെ ഒരു ജെല്ലിൻ്റെ പെന്നുമാണ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച പിക്ചർ എടുത്തു. എന്നിട്ട് ഇതുപോലെ ആ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലേക്ക് വെച്ചപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ പിക്ചർ കാണാൻ പറ്റി. ഇനി ആ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഫേസൊക്കെ, കണ്ണു, മൂക്ക് നമ്മൾ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അത് എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല. അതൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കാനും ഒത്തിരി ടഫാണ്. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇതുപോലെ ഒരു ഔട്ട്ലൈൻ മാത്രം ഞാൻ പെട്ടെന്ന് വരച്ചെടുക്കുകയാണ് ചെയ്തത്.
അതുപോലെ നമ്മൾ വരയ്ക്കുമ്പം ഒന്ന് ഓർക്കുക, നമ്മൾ വരയ്ക്കണ ഈ ടിഷ്യൂ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറില്ല. ടിഷ്യൂ പേപ്പർ സൂക്ഷിച്ച് വരച്ചില്ലെങ്കിൽ കീറാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വരയ്ക്കുക. നമ്മൾ നോർമൽ പേപ്പറിൽ വരയ്ക്കണ പോലെ വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല കേട്ടോ. ഇപ്പം നമുക്കറിയാം, നമ്മൾ കാർബൺ പേപ്പറൊക്കെ വെച്ച് നമ്മൾ ബോട്ടിലേക്ക് ട്രേസ് ചെയ്യുമ്പം ആ കാർബൺ പേപ്പറിൻ്റെ കളർ ഇപ്പം ബ്ലൂ ആണെങ്കിൽ പെട്ടെന്ന് ബോട്ടിൽ ഫുള്ള് പടരാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലാക്ക് അത്രയില്ല, എന്നാലും ബോട്ടിലൊക്കെ പറ്റിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒഴിവായിട്ട് കിട്ടും. അപ്പം ആദ്യത്തെ സ്ക്രീൻഷോട്ടിലെ പോർഷൻസ് നമ്മൾ വരച്ച് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ആദ്യം വരച്ച പിക്ചർ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ പിക്ചർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതെങ്ങനെയാണ് ബോട്ടിലേക്ക് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു കാർബൺ പേപ്പർ ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ ടിഷ്യൂ പേപ്പർ ഇപ്പം ഞാൻ ബോട്ടിലിന് പോലെ ഒരു വൈറ്റ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. വൈറ്റ് പേപ്പറിലും ബോട്ടിലൊക്കെ ഒരുപോലെയാണല്ലോ പതിയണത്. എന്നിട്ട് നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലൂടെ തന്നെ ഞാൻ വീണ്ടും ആ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പം അടിയിൽ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട്. പേപ്പർ നിങ്ങളൊരു ബോട്ടിലായിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഒരു ബോട്ടിലായിട്ട് കണക്കാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ വരച്ചെടുത്ത് അല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുത്ത ആ പിക്ചർ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കുക. ഞാൻ അതിനിടയ്ക്ക് ഒരു കുഞ്ഞി പോർഷൻ ഞാൻ വരയ്ക്കാനായിട്ട് വിട്ടുപോയി. പിന്നീട് ഒന്നുകൂടെ ഫോണിൽ നോക്കിയിട്ട് ഒന്നുകൂടെ വരച്ച് ചേർക്കുകയാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ഇതൊന്നും വിട്ടു പോകാതെ വരച്ചെടുക്കുക കേട്ടോ. എത്ര ചിത്രം വരയ്ക്കാൻ കഴിയാത്ത ആൾക്കാർക്കാണ്, ഞാൻ ആ ഹെയർ ഒന്നും ഞാൻ വരയ്ക്കാനായിട്ട് വിട്ടുപോയി. കണ്ടോ, നമ്മുടെ വൈറ്റ് പേപ്പറിലേക്ക് പിക്ചർ നല്ല അടിപൊളിയായിട്ട് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ.